എന്താണ് പ്രശ്നം? എന്താ? എടി ഞാൻ ആദ്യമായിട്ടാണ് മെമ്പർ ആവുന്ന, അതിൻ്റെതായ ടെൻഷൻ എനിക്കുണ്ട്. ഞാനില്ലേ കൂടെ? എന്റെ പൊന്നെ, നിന്നെ പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണത്. അതല്ല, നിന്റെ കൂടെ ടെൻഷൻ അടിക്കാൻ ഞാനും ഉണ്ട്. എനിക്കൊന്നും അറിഞ്ഞൂടാ. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടി CDCക്ക് 16 സീറ്റ്, PDCക്ക് 16 സീറ്റ്. ഒരു വോട്ട് മാറിയ ഭരണം നഷ്ടപ്പെടും. അപ്പൊ നീ എന്തോ പറഞ്ഞു വരുന്നെന്തുവാ? പറഞ്ഞെന്താണോ ഇതൊക്കെ മനസ്സിലായില്ലേ? എടി ഇന്നത്തെ വോട്ടിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചു കഴിഞ്ഞാ ഭരണം നമ്മുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും പോകും. അപാകത സംഭവിക്കരുത്. തുടരും. അല്ല, മാഷ് ലാലേട്ടന് തുടരും പറഞ്ഞു, ഞാൻ ലാലേട്ടന് ബബ്ബ പറഞ്ഞു. അതാണോ പറഞ്ഞത്? പിന്നെ കഴിഞ്ഞ 20 വർഷത്തെ പഞ്ചായത്തിന്റെ ഭരണം നമ്മൾ തുടരും. കാരണം ഞാനെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു വികാരമാണ്. ഇതറിഞ്ഞിട്ടാണ് ഇയാളെ പെണ്ണുമ്പോൾ ഇയാളെ കാണിട്ട് പോയത്. നിങ്ങൾ പുതിയ ആൾക്കാരാണ്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഞാനോ വയസ്സിന് മൂത്ത ഒരാള് ഞാൻ പറഞ്ഞു വരാൻ തുടങ്ങി. ആ 20 വർഷത്തെ സമ്പത്ത് എനിക്കുണ്ട്. എനിക്കൊരു 500 രൂപ കടന്താ. അനുഭവ സമ്പത്ത്. മുറുക്കാൻ പൊതി മൂർത്തി TP. എന്ത് തീപ്പെട്ടിയെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്ന് സാധാരണ ഇലക്ഷൻ അല്ല, പിന്നെ പെട്ടിയാണ്, ബാലറ്റിലാണ് വോട്ടിടുന്നത്. ആ വാലിനറ്റത്ത് നമ്മൾ വോട്ടിടുന്ന സമയത്തെ ആ പട്ടി എങ്ങനെ ഓടിപ്പോയാലാ? ഏതുവരെ പഠിച്ചു? PG വരെ. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഒരു ബോട്ട് ഉണ്ടാക്കി അതങ്ങ് ഒഴുക്കി. ഞാൻ പറഞ്ഞോണ്ട് വന്ന കാര്യമെന്ന് പറഞ്ഞത്, നമ്മൾ വോട്ടിടുമ്പോൾ ഒരൊപ്പ് മാറുവോ ഒരു അക്ഷരം മാറുവോ ചെയ്തു കഴിഞ്ഞാൽ വോട്ട് അസാധുവാവും, നമ്മളുടെ ഭരണം പോവും. അതുകൊണ്ട് സസൂക്ഷ്മതയും കൃത്യനിഷ്ഠതയോടെയും നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായോ? അപ്പോ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത നമ്മൾ സൂക്ഷ്മതയും കൃത്യതയോടും കാര്യങ്ങൾ ചെയ്തിരിക്കണം. നിന്റെ മൂക്കിൽ ചെറിയ വളവുണ്ടല്ലേ? ചെവിക്ക് ഗ്യാപ്പില്ല കേട്ടാ. അത് അമ്മ പണ്ട് കുളിപ്പിക്കുമ്പോഴേ ചെവി പിടിച്ച് വലിക്കൂലായിരുന്നു. ബാക്കിയുള്ളവൻ ഇവിടെ മൂട്ടി തീ പിടിച്ച് നിൽക്കുമ്പോ അവിടെ പാലാ കമ്മ്യൂണിക്കേഷന്റെ ഗാനമേള. നിങ്ങൾക്ക് ബോധവും അറിവില്ലാത്ത 2 പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഫ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം. പ്രീ ഡിഗ്രി എന്നല്ലേ? ഞാൻ ഫ്രീ ആയിട്ടാ ഡിഗ്രിക്ക് പഠിച്ചത്, അതുകൊണ്ട് ഫ്രീ ഡിഗ്രി. മനസ്സിലായ? അന്നത്തെ ഭരണപക്ഷത്തെ പോലീസിന്റെ വെടിയേറ്റ് എന്റെ അച്ഛൻ മരിച്ചു. മാഷിന്റെ അച്ഛൻ തലയിൽ തേങ്ങ വീണിട്ടല്ലേ മരിച്ചത്? ഞാൻ അങ്ങനെയാണല്ലോ അറിഞ്ഞത്. അച്ഛൻ മരിച്ചു, ബാക്കി കട്ട് ചെയ്തായിരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ എന്റെ പേര് പറഞ്ഞു. ആര്? ഞാൻ, അല്ലാതെ വേറെ ആര് പറയാൻ? അങ്ങനെ നാട്ടുകാർ പറഞ്ഞു, മരിച്ച പ്രഭാകരന്റെ മകനാണ് ഇവൻ, ഇവന് വോട്ട് കൊടുക്കണം. വീട്ടുകാർ പറഞ്ഞു, മരിച്ച പ്രഭാകരന്റെ മോനാണ് ഇവൻ, ഇവൻ വോട്ട് കൊടുക്കണം. അയൽക്കാർ മൊത്തം പറഞ്ഞു, മരിച്ച പ്രഭാകരന്റെ മകനാണ് ഇവൻ, ഇവൻ വോട്ട് കൊടുക്കണം. അമ്മ മാത്രം പറഞ്ഞില്ല. അമ്മ കള്ളം പറയത്തില്ലെന്ന്. അങ്ങനെ 21ാമത്തെ വയസ്സിൽ ഞാൻ പഞ്ചായത്തിന്റെ പടി ചവിട്ടി. പക്ഷെ ആ ഭാഗ്യം നിങ്ങൾക്കുണ്ടാവും തോന്നില്ല. പടി പൊളിച്ചിട്ടേക്കുമല്ലേ. അല്ല, ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായോ? കോടികൾ ഉണ്ടാക്കി. അങ്ങനെ എന്റെ വീട്ടിൽ ഇൻകം ടാക്സ് പരിശോധനയ്ക്ക് വന്നു. ഞാൻ ഓടി തട്ടും പുറത്ത് കയറി. പക്ഷെ അവരെന്നെ പിടിച്ചു. അതെങ്ങനെ? അമ്മ കള്ളം പറയത്തില്ലെന്ന്. പക്ഷെ ഒരു കാര്യവും ഇല്ലാതെ 3 പ്രാവശ്യം 3 കേസിന് ഞാൻ ജയിലിൽ പോയി. ഒരു കാര്യമില്ലാതെ എന്തിനാണ് ജയിലിൽ പോണത്? അന്ന് ഒരു കാര്യവും ഇല്ലാതെ ആ തള്ളച്ചി കള്ളം പറഞ്ഞു കളഞ്ഞു. പക്ഷെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഉദാഹരണത്തിന് രാഷ്ട്രീയത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നതെങ്കിൽ ഞാൻ ഉദാഹരണ സഹിതം നിങ്ങളെ പഠിപ്പിച്ചു തരാം. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ മദ്യപിച്ച് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരാളെ തട്ടി അയാൾ മരിച്ചു. പരിഹാരമായി ഞാൻ അയാളുടെ മകളെ വിവാഹം കഴിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒറ്റടിക്ക് തന്തേനെയും കൊന്നു മോളുടെ ജീവിതവും നശിപ്പിച്ചു. മിസ്റ്റർ മുറുക്കാൻപെട്ടി, മൂർത്തി TP. എന്ത് കുഗ്രാണ്ടവെങ്കിലും ആയിപ്പോട്ട് മനുഷ്യ ഇവിടെ തൊണ്ട കീറി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കളിയല്ല. ഏത് കളി മാമ? ഫുട്ബോൾ. ശ്രദ്ധിക്കുക, കൊട്ടംകുഴി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. 12ാം വാർഡിൽ നിന്നും ലതിക. കൃത്യത, ഇഷ്ടത എല്ലാം ഓർമ്മയുണ്ടാവണം. ഇവള് പോയിട്ട് ഒരു കാര്യവുമില്ല. 12ാം വാർഡിന്റെ കാര്യത്തിൽ തീരുമാനമായി. പാലം വർക്കാവൂല, തോട് വർക്കാവൂല, വീട് വർക്കാവൂല. കഴിഞ്ഞു. 13ാം വാർഡിൽ നിന്നും മൂർത്തി TP. കൃത്യമായിട്ട് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. എല്ലാം സെറ്റാണ്. ഓക്കെ.
14-ാം വാർഡിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇവൻ പോയിട്ട് ഒരു കാര്യവും ഇല്ല. പാലം വർക്കാവൂല, തോട് വർക്കാവൂല, വീട് വർക്കാവൂല. മാഷേ എല്ലാം ഓക്കെ ഓക്കെ 14-ാം വാർഡിൽ നിന്നും സുകുമാരൻ KP. ഞാൻ പോയാൽ എല്ലാം വർക്കാവും. തോട് വർക്കാവും, വീട് വർക്കാവും, ആര് വർക്കാവും. അതിന് ഇവിടെ നിന്ന് എഴുന്നള്ളിക്കണ്ട. ആ പോ എടി. പിന്നെ ഞാൻ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്റെ വാർഡ് എനിക്കൊന്ന് വികസിപ്പിക്കണം. എങ്ങനെ? നമ്മുടെ മൃഗാശുപത്രി ഇല്ലേ, അതൊന്ന് വിപുലീകരിക്കണം. എന്തിന്? എടി എന്തോരം പട്ടികളാ തെരുവിൽ പ്രസവിച്ച് കിടക്കുന്നത്. അതിന് ഏത് പട്ടിയാണ് പായം തലാനായിട്ട് ആശുപത്രി പോയി പ്രസവിക്കുന്നത്? അങ്ങനെ പറയരുത് എടി. ഒറ്റ പ്രസവത്തിൽ 5-6 കുട്ടികൾ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്നെങ്കിൽ ആ തന്തപ്പട്ടിക്ക് ഒരു ബോധം വേണം, അല്ലെങ്കിൽ ആ തള്ളപ്പട്ടിക്ക് ഇച്ചിരെങ്കിലും നാണം വേണം. നമുക്ക് ചെന്ന് പറയാൻ പറ്റുമോ? കടിച്ചു കീറാൻ വരത്തില്ലേ? ഞാൻ പോയി എല്ലാം ശരിയായി. പാലം വർക്കായി, വീട് വർക്കായി, തോട് വർക്കായി, അങ്ങനെ കംപ്ലീറ്റ് വർക്കായി. അത് ഈ റിപ്പീറ്റ് അടിച്ച് പിന്നെ പറഞ്ഞെന്തിനാ? വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ഇനി തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും നിങ്ങൾ എന്റെ പുറകിൽ തന്നെ ഉണ്ടാവണം. ഇപ്പൊ തള്ളിപ്പിടിച്ചോണ്ട് അവിടെ പോവാ. പുറകെ തന്നെ ഉണ്ട്. അതിപ്പോഴല്ല, ഭരണം കിട്ടിയിട്ട്. ശ്രദ്ധിക്കുക, പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനമാണ്. CDC മുന്നണി വിജയിച്ചിരിക്കുന്നു. അതെങ്ങനെ ശരിയാവും? ഇല്ല, ഇത് കള്ളവോട്ടാണ്. ഇത് നമ്മൾ സമ്മതിക്കത്തില്ല. ജയിക്കേണ്ട പാർട്ടി ഞങ്ങളായിരുന്നു. ഒന്നുകൂടെ നോക്ക്. ശ്രദ്ധിക്കുക, PDC മുന്നണിയുടെ ഒരു വോട്ട് അസാധു ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഞാൻ ഇതുകൊണ്ടാണ് നിങ്ങളോട് രണ്ടുപേരും മാറി മാറി 100 വട്ടം പറഞ്ഞു. ഒപ്പിടുമ്പോഴും കുത്തിടുമ്പോഴും എല്ലാം ശ്രദ്ധിക്കണമെന്ന്. 20 വർഷത്തെ ഭരണമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. പുതുമുഖങ്ങളെ കൊണ്ടുവന്നാൽ ഇതാണ് കുഴപ്പം. പ്രവൃത്തി പരിചയമുള്ള എന്നെ പോലുള്ളവരെ വെക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ബാലറ്റ് പേപ്പറിന്റെ പുറകുവശത്ത് ഒപ്പ് ഇടാത്തതിനാൽ സുകുമാരൻ KPയുടെ വോട്ടാണ് അസാധുവായിരിക്കുന്നത്. ഇനി വന്നൊപ്പിട്ട് തന്നാ മതിയോ? താങ്കളുടെ കുടുംബയോഗത്തിലെ രക്ഷാധികാരിയെ തിരഞ്ഞെടുക്കുന്നതല്ല, ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ഇരുപത് വർഷത്തെ പാരമ്പര്യം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിയമം നിയമത്തിന്റെ വഴിയേ നടക്കും. കൃത്യത, ശ്രദ്ധ, സൂക്ഷ്മത, നിബന്ധന. ഇനി പറയരുത്, ഞാൻ കരഞ്ഞു പോവും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ ഇവളെ 5 വർഷം നിങ്ങൾ തകർത്തത്. നിങ്ങളെ ഇന്ന് ഞാൻ റെഡിയാക്കി തരാം. പ്രായമായില്ലേ മോളെ? എന്റെ വോട്ട് അസാധുവായി പോയിരുന്നെങ്കിലോ? കാരണം നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ബോധവും വിവരവും ഇല്ല. നിങ്ങൾ പുതിയ ആൾക്കാർ വന്നാൽ ഒരു കാര്യവും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. 20 വർഷത്തെ ഭരണമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, മനസ്സിലായോ? മാഷെ, നിങ്ങളുടെ വോട്ടാണ് അസാധുവായത്. പ്രായമായില്ലേ മോളെ? ഇത് പിടി. മൂട്ടില്, ഇതിന്റെ മൂട്ടില് കൊടി വെച്ച് കെട്ടി നമ്മളെ പാർട്ടി ഓഫീസിന് ഫ്രണ്ടിൽ കൊണ്ട് വെക്കി. എന്തിനാ? പ്രതിപക്ഷത്തെങ്കിലും നമ്മളുണ്ടെന്ന് അറിയട്ടെ. ഇതിപ്പോ എന്തിനാ ഈ മുണ്ട് മാറ്റി കൊടുക്കുന്നത്? നനഞ്ഞ മുണ്ടെടുത്താൽ എനിക്ക് പനി വരും. അപ്പൊ കൃത്യത, സൂക്ഷ്മത. അല്ലടാ, മൂത്രത. ഈ സ്കിറ്റിന്റെ ആസ്പദമായ യഥാർത്ഥ സംഭവം കേരളത്തിൽ നടന്നതാണ്. ആണാണ്, ഞാൻ ന്യൂസിൽ കണ്ടതില്ലേ? യഥാർത്ഥം നടന്നിട്ടില്ല ഇത്. അതിൽ നിന്ന് തന്നെ അവർ സ്കിറ്റ് ഉണ്ടാക്കിയാണ്. കേരളത്തിൽ ഒരിടത്ത് ഇതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഒരു കൗൺസിലറോ വാർഡ് മെമ്പറോ ആണ് ബാലറ്റ് മറ്റേ ഒപ്പിട്ടിട്ട് ആ കവറിൽ സൈൻ ചെയ്യണം. അത് സൈൻ ചെയ്യാൻ വിട്ടുപോയതുകൊണ്ട് ആ വോട്ട് അസാധുവായിട്ട് ഭരണം തിരിഞ്ഞുപോയി. ഞാൻ ന്യൂസ് കണ്ടതാ. ഇത് യഥാർത്ഥ സംഭവമാണ്, റിയൽ ഇൻസിഡന്റ് അല്ലേ? നടന്ന സംഭവം. ഓ, നമ്മളുടെ അമ്മേന്റെ ഇലക്ഷനിൽ എപ്പോഴും നടക്കുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ഈ സ്കിറ്റ് എൻജോയ് ചെയ്തോ? സൂപ്പറായിരുന്നു. എനിക്ക് അല്ലാതെ ഇവരെല്ലാരും ഈ സന്തോഷം എല്ലാവരും എനർജീസ് അനദർ ലെവൽ. ഭയങ്കര ഫിസിക്കലി കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. സോ ഇറ്റ്സ് വെരി നൈസ്, വെരി നൈസ്. സ്മൃതി എന്ന് സാരി ഉടുത്ത നമ്മൾ എപ്പോഴും പറയാറുണ്ട് വേറൊരു ക്യാരക്ടറാണ്. ഇന്നൊരു മെച്ചൂരിറ്റി ഉള്ള പക്ഷെ ബോധമില്ലാത്ത സ്മൃതി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. വേറെ കാര്യം ചിന്തിക്കണം, ഇത്തവണ കേരളത്തിൽ ജയിച്ചു വന്നതിൽ 90% മെമ്പേഴ്സും ഈ പ്രായമുള്ളവരാണ്. അതെ, അത് വെരി ട്രൂ. അതെ. ബാറ്ററി എത്ര ചാർജ് കയറി എന്നുള്ളത് നോക്കാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ 22,000 rupees ആണ് നേടിയിരിക്കുന്നത്. ഹാപ്പി ആണോ?
ഹാപ്പിയാണ്. അപ്പൊ ബാങ്ക് ഓഫ് ബോംബെ യെസ് ക്രെഡിറ്റ് ചെയ്തോളൂ 22,000 യെസ് rupees. യെസ് യെസ് All the best.